ഹായ്. WH ക്വസ്റ്റ്യൻസ് എന്ന് കേട്ടിട്ടില്ലേ? വാട്ട് എന്ത്, വിച്ച് ഏത്, ഹൂ ആര്, വെൻ എപ്പോൾ, വേർ എവിടെ, ഹൗ എങ്ങനെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് കേട്ടിട്ടില്ലേ? ഇതിനെയൊക്കെ WH ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ്ങും നമുക്കൊക്കെ അറിയാം. ഇനി ഈ വേർഡ്സിനോട് കൂടി, ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ്സിനോട് കൂടി നമ്മൾ EVER എന്ന ഒരു വേർഡ് ചേർക്കുന്നു എന്ന് കരുതുക. വാട്ട് പ്ലസ് എവർ, വാട്ട് എവർ. വിച്ച് പ്ലസ് എവർ, വിച്ച് എവർ. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറും. വേറൊരു മീനിങ് ആണ് പിന്നെ അതിന് കിട്ടുക. പിന്നെ അത് സെൻറ്റൻസിൽ ഉപയോഗിച്ചാലോ? പലപ്പോഴും സ്റ്റുഡൻസ് മിസ്റ്റേക്സ് വരുത്തുന്നതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനും ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇത്തരം വേർഡ്സ് നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക, തെറ്റുകൂടാതെ ഉപയോഗിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് എവർ, വിച്ച് എവർ, ഹൂ എവർ, വെൻ എവർ, വേർ എവർ, ഹൂം എവർ, ഹൗ എവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, വാട്ട് എവർ. വാട്ട് എന്നാൽ എന്ത്, അത് നമുക്കറിയാം. വാട്ട് എവർ എന്തായാലും, എന്ത് തന്നെ ആയാലും, എനിത്തിങ്, നോ മാറ്റർ വാട്ട്. ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. വാട്ട് എവർ ഹാപ്പൻസ് യു മസ്റ്റ് കീപ് കാം. എന്തൊക്കെ സംഭവിച്ചാലും, വാട്ട് എവർ ഹാപ്പൻസ്, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ശാന്തമായിട്ടിരിക്കണം. വാട്ട് എവർ ഹാപ്പൻസ്, എന്തൊക്കെ സംഭവിച്ചാലും എന്നായി. ഞാൻ പറഞ്ഞല്ലോ, വാട്ട് എവർ എന്ന് പറഞ്ഞാൽ എന്തായാലും, എന്ത് തന്നെയായാലും എന്നാണ്. വാട്ട് എവർ ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാലും എന്നായി സെൻറ്റൻസിൽ വന്നപ്പോൾ. മീനിങ് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലായില്ലേ? വാട്ട് എവർ യു മേ സേ ഐ വോണ്ട് ചേഞ്ച് മൈ ഒപ്പീനിയൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ, ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റില്ല. വാട്ട് എവർ യു മേ സേ, ഇവിടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നായി. പറയുന്നത് എന്ത് തന്നെയായാലും. ഓക്കെ, ആ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ശ്രദ്ധിക്കൂ. വാട്ട് എവർ യു മേ സേ, വാട്ട് എവർ യു സേ എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും. വാട്ട് എവർ ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാലും. വാട്ട് എവർ യു ഡു എന്നാൽ ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്താലും എന്നായി. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ, വാട്ട് എവർ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ മിഡിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഉപയോഗിക്കാം. വാട്ട് എവർ ഹാപ്പൻസ് നമ്മൾ ആദ്യം ഉപയോഗിച്ചു. വാട്ട് എവർ ഹാപ്പൻസ് യു മസ്റ്റ് കീപ് കാം, അതല്ലെങ്കിൽ യു മസ്റ്റ് കീപ് കാം വാട്ട് എവർ ഹാപ്പൻസ്. രണ്ടും സെൻറ്റൻസിൻ്റെ മീനിങ് സെയിം തന്നെയാണ്. കടയിൽ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഡിസ്കൗണ്ട് സെയിൽ. വാട്ട് എവർ യു ബൈ ഈസ് അറ്റ് 60% ഡിസ്കൗണ്ട്. വാട്ട് എവർ യു ബൈ, നിങ്ങൾ എന്ത് വാങ്ങിയാലും, അവിടെ എന്ത് വാങ്ങിയാലും എന്നായി. ഡിസ്കൗണ്ട് 60% കിട്ടും. ഇപ്പോൾ വാട്ട് എവർ മനസ്സിലായല്ലോ. നെക്സ്റ്റ്, വെൻ എവർ. വെൻ എന്നാൽ എപ്പോൾ. വെൻ എവർ എന്ന് പറയുമ്പോൾ അത് ടൈം റിലേറ്റഡ് ആണ്. എപ്പോഴെല്ലാം, എപ്പോഴായാലും, അറ്റ് എനി ടൈം, എന്നായാലും എന്നൊക്കെ പറയാം. അറ്റ് വാട്ട് എവർ ടൈം. യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ എവർ യു നീഡ് ഇറ്റ്. വെൻ എവർ യു നീഡ് ഇറ്റ്, എപ്പോൾ ആവശ്യം വന്നാലും നിങ്ങൾക്ക് സഹായം എന്നോട് ആവശ്യപ്പെടാം. യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ എവർ യു നീഡ് ഇറ്റ്. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. വെൻ എവർ ഹീ ലീവ്സ് ദ ഹൗസ് ഹീ ടേക്സ് എ ബാഗ്. അവൻ എപ്പോഴെല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോഴെല്ലാം ഒരു ബാഗ് കയ്യിലെടുക്കും. അത് എപ്പോഴെന്നില്ല, എപ്പോഴായാലും. വെൻ എവർ ഹീ ലീവ്സ് ദ ഹൗസ് he takes a bag. Whenever I call her, her phone is busy. Whenever I call her, ഞാൻ എപ്പോൾ വിളിച്ചാലും, ഞാൻ അവളെ എപ്പോൾ വിളിച്ചാലും അവളുടെ ഫോൺ ബിസി ആയിരിക്കും. അത് എപ്പോഴെന്നില്ല, എപ്പോൾ വിളിച്ചാലും അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് വൺ, വേർ എവർ. വേർ എന്നാൽ എവിടെ. വേർ എവർ എവിടെയായാലും. എവരിവേർ
any place or every place. Speaking good English will help you wherever you go. നിങ്ങൾ എവിടെ പോയാലും, എവിടെയെന്നില്ല, എവിടെ പോയാലും ഗുഡ് ഇംഗ്ലീഷ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. wherever you go, എവിടെ പോയാലും. wherever I stand in my house, my phone network is very bad. ഞാൻ എവിടെ നിന്നാലും, എൻ്റെ വീട്ടിൽ എവിടെ നിന്നാലും ഫോൺ നെറ്റ്വർക്ക് വളരെ ബാഡാണ്. wherever I stand in my house, my phone network is very bad. wherever I stand, ഞാൻ എവിടെ നിന്നാലും. മനസ്സിലായല്ലോ wherever. നെക്സ്റ്റ് വൺ whoever. who ആര്. whoever means ആരായാലും, ആരെന്നില്ല, ആരായാലും. anyone. whoever broke the window will have to pay for it. ഈ വിൻഡോ പൊട്ടിച്ചത് ആരായാലും, ഈ വിൻഡോ ബ്രേക്ക് ചെയ്തത് ആരായാലും, അതായത് പേ ചെയ്യേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. whoever broke the window will have to pay the money. whichever. which എന്നാൽ ഏത്. whichever ഏതായാലും. അത് ഒരു ചോയ്സ് റിലേറ്റഡ് ആണ്. regardless of which. whichever you buy, there is a 6-month guarantee. whichever you buy, there is a 6-month guarantee. ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 6 month 6 മാസം ഗ്യാരണ്ടി കിട്ടും. ഏതെടുത്താലും അതിന് 6 month ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറയില്ലേ, കടക്കാർ പറയാറില്ലേ നമ്മളോട്. it takes 3 hours whichever route you take. it takes 3 hours whichever route you take. നിങ്ങൾ ഏത് വഴി പോയാലും, ഏത് റൂട്ട് എടുത്താലും 3 hours ടൈം എടുക്കും. 3 hours ടൈം വേണം പോകുന്നതിന്, അത് ഏത് റൂട്ട് എടുത്താലും. whichever route you take. നെക്സ്റ്റ് വൺ whomever. whom എന്നാൽ ആരെ, ആർക്ക്, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ whomever എന്ന് പറയുമ്പോൾ ആർക്കായാലും, ആരെ ആയാലും എന്നൊക്കെ. you can send this letter to whomever you want. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, നിങ്ങൾക്ക് ആരെയാണോ തോന്നുന്നത്, ആർക്ക് വേണമെങ്കിലും, അതായത് ആർക്കായാലും നിങ്ങൾക്കിത് അയക്കാം, ഈ ലെറ്റർ അയക്കാം. യു ക്യാൻ സെൻഡ് ദിസ് ലെറ്റർ ടു whomever you want. നിങ്ങൾ ആർക്ക് അയക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് അയക്കാം. whomever. you can give this chocolate to whomever you like. ആർക്കാണോ ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടം അവർക്ക് ഈ ചോക്ലേറ്റ് കൊടുക്കാം. whomever. നെക്സ്റ്റ് however. how എന്നാൽ എങ്ങനെ. അപ്പോൾ however എന്ന് പറയുമ്പോൾ എങ്ങനെ ആയാലും, എങ്ങനെ വേണമെങ്കിലും, അതൊരു മെത്തേഡ്, ഏത് രീതിയിലായാലും എന്നാണ്. ഇൻ വാട്ടെവർ വേ റിഗാർഡ്ലെസ് ഓഫ് ഹൗ. എങ്ങനെയാണ് എന്ന് നോക്കേണ്ടതില്ല, എങ്ങനെ വേണമെങ്കിലും. യു ക്യാൻ ഡു ഇറ്റ് ഹൗവർ യു ലൈക്ക്. നിങ്ങൾക്ക് അത് ചെയ്യാം, ഏത് രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ് ഹൗവർ യു ലൈക്ക്. ഏത് രീതി എന്ന് പറയുന്നത്, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഹൗവർ. ഇനി ഹൗവർ എന്ന വേർഡിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. എങ്കിലും എന്നുള്ള മീനിങ്. കോൺട്രഡിക്ഷൻ, കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു കാര്യം പറയുന്നു, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വേറൊരു കാര്യം പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഹൗവർ അവിടെ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ. ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ. However, she doesn't do homework on time. She is the best student in school എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പ്രതീക്ഷിക്കും, നല്ല എല്ലാ ഹോംവർക്കും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിയാണ് എന്നും പ്രതീക്ഷിക്കും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഷീ ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ. however, എങ്കിലും എന്താ ചെയ്യുന്നത്, ഹോംവർക്കൊന്നും കറക്റ്റ് ടൈമിൽ കാണിക്കില്ല. അപ്പോൾ രണ്ടും കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവിടെയും നമുക്ക് however ഉപയോഗിക്കാം. ഇപ്പോൾ whatever, whichever, however, whenever, whoever, whomever, however, ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കില്ലേ? എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒരു സെൻറ്റൻസ് എഴുതണം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതണം. എത്ര സെൻറ്റൻസ് വേണമെങ്കിലും എഴുതാം, പക്ഷേ ഒരു സെൻറ്റൻസ് നിർബന്ധമാണ് കേട്ടോ.